നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയെന്ന കേസിൽ പ്രതി ബംഗളൂരുവിൽ പിടിയിൽ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് വൻ നാശനഷ്ടം. ബേക്കൽ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി തുടങ്ങി വാർത്തകളാൽ സമ്പന്നമാണ് ഇന്നത്തെ ദിനവും. വിശദമായി കിടക്കും മുൻപ് ആദ്യം തലക്കെട്ടുകൾ കാണാം. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, പ്രതി പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൾ മനാഫാണ് ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായത്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാസർഗോഡ് 2 വീടുകളിൽ വൻ നാശനഷ്ടം. കുഡ്ലു ശിവനഗർ റോഡിലെ വീട്ടിലും ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലുമാണ് ഇടിമിന്നൽ പതിച്ചത്. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി പരിശീലനം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. അതിയമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലാണ് പരിപാടി നടന്നത്. ബേക്കൽ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് GHSS പള്ളിക്കരയിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സുബയ്യക്കട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA നിർവഹിച്ചു. ബേക്കൽ ഉപജില്ലാ ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായി 2ാം വർഷവും ഓവറോൾ റണ്ണറപ്പായി രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിജയികളായ കുട്ടികളെ സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, പ്രതി പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൾ മനാഫാണ് ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ബാംഗ്ലൂരുവിൽ നിന്നും പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൾ മനാഫാണ് ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായത്. യുവതിയുടെ പരാതിയെ തുടർന്ന് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി പ്രതി ബാംഗ്ലൂരിലാണെന്ന് കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ചന്ദേര ഇൻസ്പെക്ടർ പ്രശാന്ത് എമ്മിന്റെ നേതൃത്വത്തിൽ SI-മാരായ GO സദാനന്ദൻ, രഘുനാഥൻ, SCPO-മാരായ ഷൈജു വെള്ളൂർ, രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാസർഗോഡ് 2 വീടുകളിൽ വൻ നാശനഷ്ടം. കുഡ്ലു ശിവനഗർ റോഡിലെ വീട്ടിലും ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലുമാണ് ഇടിമിന്നൽ പതിച്ചത്. ശക്തമായ ഇടിമിന്നലാണ് കാസർഗോഡും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത്. ഇടിമിന്നലിനെ തുടർന്ന് 2 വീടുകളിൽ വൻ നാശനഷ്ടവും ഉണ്ടായി. കാസർഗോഡ് ഉള്ളിയത്തടുക്ക ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലും കുഡ്ലു ശിവനഗർ റോഡിലെ വീട്ടിലുമാണ് ഇടിമിന്നൽ വലിയ രീതിയിൽ നാശം വിതച്ചത്. ഭഗവതി നഗറിലെ ഭഗവതി കൃപ വീട്ടിൽ മാധവന്റെ വീടിന് രാത്രി 8 മണിയോടുകൂടിയാണ് ഇടിമിന്നലേറ്റത്. സംഭവ സമയം വയോധികരായ മാതാപിതാക്കൾ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇടിമിന്നലിൽ ഇലക്ട്രിക് സാമഗ്രികൾ പൂർണ്ണമായും നശിച്ചു. TV, ഫ്രിഡ്ജ്, AC, ഇൻവേർട്ടർ, മോട്ടോർ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. വീടിന്റെ കോൺക്രീറ്റിന് വിള്ളലുണ്ടായിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഞാനും ഭാര്യയും മാത്രം വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പെട്ടെന്ന് സംഭവമൊക്കെ പറയാൻ ഇത് ചെയ്യാനായിട്ട് എനിക്ക് ആയില്ല. എന്തൊക്കെ സാധനങ്ങൾ ഇപ്പം കത്തി നശിച്ചിട്ടുള്ളത്? കത്തി കുറേ സാധനം പോയിട്ടുണ്ട്. TV ഇതെല്ലാം. ഇന്നലെ ഒരു 8 മണിക്ക് ശേഷമാണ് സംഭവം. 8 മണിയോടുകൂടി അത് കുറേ സമയം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡോർ അടക്കാനോ അല്ലെങ്കിൽ ജനലടക്കാനോ അതിനൊന്നും ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കാരണം പെട്ടെന്ന് വന്നതുകൊണ്ട് നമുക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലാണോ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനോ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല, എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് വീട്ടിലാകെ കത്തുന്നത് പോലെ തോന്നിയത്. അപ്പോൾ നോക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ തുറന്നിട്ട ജനലിൽ കൂടി പിറകിൽ നിന്നാണ് കത്തുന്ന പോലെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അതിൻ്റെ വസ്തുത അറിയുന്നത്. എൻ്റെ വീട്ടിൻ്റെ പിറകിലത്തെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന്. അതുപോലെ തന്നെ ആ സംഭവം നടന്ന് ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വയറിങ് കംപ്ലീറ്റ് കത്തി നശിച്ചിരിക്കുകയാണ്.
അതുപോലെ തന്നെ വീടിൻ്റെ സ്ലാബ്, വീടിൻ്റെ പാരപ്പറ്റ്, അതുപോലെ വീടിൻ്റെ ഭിത്തി ഉൾപ്പെടെയുള്ള ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ രാവിലെ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് ഒരു 6 ലക്ഷം റുപ്യയുടെ അതിൽ കൂടുതലല്ലാതെ കുറയില്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ വീട്ടിൻ്റെ പുറകെയുള്ള മാധവേട്ടൻ്റെ വീട്ടിലാണ് സംഭവം നടന്നത്. മാധവേട്ടനോട് അന്വേഷിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ തന്നെ ആ ഒരു വിറയലും ആ ഷോക്കടിക്കലും അതുപോലെ എന്തെല്ലോ കത്തി നശിക്കുന്നതായിട്ട് തോന്നലും പിന്നെ വൈബ്രേഷനൊക്കെ ഉണ്ടായിരുന്നെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. കൂഡ്ലു ശിവനഗർ റോഡിലെ കണ്ണിഗുഡ്ഡെ വിഷ്ണു നിലയത്തിലെ ശിവരാമയുടെ വീടിന് രാത്രി 9 മണിയോടെയാണ് ഇടിമിന്നലേറ്റത്. ഇവിടെയും ഇലക്ട്രിക്കൽ സാമഗ്രികൾ നശിച്ചു. മോട്ടോർ, ഫാൻ, TV തുടങ്ങിയവയാണ് കത്തി നശിച്ചത്. ഭിത്തിയിൽ വലിയ വിള്ളലുമുണ്ടായി. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ശിവനഗർ റോഡ് പരിസരത്ത് മറ്റു ചില വീടുകളിലും ഇടിമിന്നലിനെ തുടർന്ന് നഷ്ടങ്ങളുണ്ടായി. പ്രദേശത്തെ ഗണേശന്റെ വീട്ടിൽ ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഇലക്ട്രിക് സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 70,000 രൂപയുടെ നഷ്ടമുണ്ടായതായി ഗണേശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാർ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാർ വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയാവുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതിൽ ഇവിടുത്തെ ഒരു ചുമതലക്കാരെന്നുള്ള എനിക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ സംഘടന എന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സുഹൃത്ബന്ധം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ സംഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അത് ഫലവത്താവുന്നത് സംഘടനയുടെ ഏറ്റവും താഴെ തട്ടിൽ എത്രത്തോളം ശക്തമായ പ്രവർത്തനം നടക്കുന്നോ അവിടെയാണ് ആ കൂട്ടായ്മയും ശക്തിയും എല്ലായിടത്തും കാണപ്പെടുന്നത്. അതിനും ഇവിടെ നമ്മളെ മനോജേട്ടൻ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പ്രവർത്തനമാണ് ഏറ്റവും മാതൃകയായിട്ട് ഞാൻ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന തലത്തിലെ എല്ലാ പരിപാടികളിലും ഉയർത്തി കാണിക്കാറുള്ളതും അത് തന്നെ. സ്വാഗത സംഘം ചെയർമാനും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ദിനേശൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിച്ചു. 40-ലധികം മെമ്പർമാർ യോഗത്തിൽ സംബന്ധിച്ചു. സമ്മേളന ചിലവിലേക്കുള്ള ആദ്യ ഫണ്ട് പ്രവാസി വ്യവസായിയും കാരുണ്യ പ്രവർത്തകനുമായ ഇസ്മായിൽ നൽകി. തുക ജില്ലാ പ്രസിഡന്റ് വർഗീസ് ചിറ്റാരിക്കൽ സ്വീകരിച്ചു. യോഗത്തിൽ പ്രഭാകരൻ കാസർഗോഡ്, രവീന്ദ്രൻ കാസർഗോഡ്, സുകന്യ, ഷൈനി പള്ളം, ബിനോയ് ദേവ ഇരിയ, രതീഷ് കുമാർ, P സതീഷ് പൂർണിമ, അശോകൻ പുയ്നാച്ചി, സുരേഷൻ കുശാൽ നഗർ, ജോസ് ഹിൽടെക്, കൃഷ്ണൻ M എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ CM സ്വാഗതവും ട്രഷറർ അബ്ദുൾ ജലീൽ MB നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂരക്കളി പരിശീലനം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലാണ് പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പൂരക്കളി പരിശീലനം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പരിചയമുണ്ട്. മുൻപ് ഇവിടെ നാടൻപാട്ട് പഠിപ്പിച്ചിരുന്നു. അതിനു മുൻപ് പൂരക്കളി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻപാട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കേന്ദ്രത്തിനകത്ത് നമുക്ക് ഒരുപാട് കലാകാരന്മാരെ, ഒരുപാട് കലാകാരികളെ വിവിധ വാർഡുകളിൽ നിന്ന് വന്നിരുന്നു. പ്രായ വ്യത്യാസമില്ലാതെ പലരും ഇത് പഠിക്കാൻ വന്നത് നമുക്കറിയാം. അപ്പൊ ഇപ്പോൾ നമുക്ക് വേറൊരു അവസരം വന്നിട്ടുള്ളത് പൂരക്കളിയാണ്. അതുപോലെ സംഗീതം ഇപ്പൊ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്തിലാണ്. ഇവിടെ സംഗീതത്തിന്റെ കേന്ദ്രമല്ല നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ പൂരക്കളിയുടെ ഒരു പരിശീലന കേന്ദ്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇന്ന് പൂരക്കളി ട്രൂപ്പുകളുള്ള നാടാണ്. നമുക്കറിയാം, മടിക്കൈ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, കൊളക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട്, തൃക്കരിപ്പൂർ, കണ്ണൂർ വിഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ
സ്ത്രീകളുടെ പൂരകളി ടീമുകളെയൊക്കെ പരിപാടിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആകാമെങ്കിൽ എന്തായാലും അധ്യാപകരിലും പൂരകളി പഠിക്കാനും അത് അവതരിപ്പിക്കാനും കഴിയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഉണ്ട്. കൗൺസിലർ എം ശോഭന അധ്യക്ഷത വഹിച്ചു. ടി വി സുജിത്, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, പ്രവീൺ, ഗോകുൽ, സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി സ്വാഗതവും ഇന്ദിര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് GHSS പള്ളിക്കരയിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. GHSS പള്ളിക്കരയിൽ 2 ദിവസങ്ങളിലാണ് ബേക്കൽ ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കേവലം പുസ്തകങ്ങളിൽ മാത്രം കിട്ടുന്ന അറിവ് മാത്രമല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൈസർഗികമായ പല കലാവാസനകളുമുണ്ട്, കായിക വാസനകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ശാസ്ത്രവാസനകളുണ്ട്. ഈ വാസനകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുവാൻ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിനാകണം എന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസം സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. പുരാതന നഗരമായ പാടലീപുത്രത്തിൽ ആഹികാൻ എന്ന് പറയുന്ന ഒരു ബാലനുണ്ടായിരുന്നു. ആ ബാലന് പഠിക്കണമെന്ന അദമ്യമായ ആഗ്രഹം. അന്ന് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കാലമാണ്, ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് യുഗമല്ല. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA AK കുഞ്ഞിരാമൻ, PA അബ്ദുള്ള ഇബ്രാഹിം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത SN, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്നിൻ വഹാബ്, സിദ്ദിഖ് പള്ളിപ്പുഴ, VK അനിത, ഹസീന മുനീർ, K സുരേന്ദ്രൻ, അബ്ദുൾ സലാം, പ്രിൻസിപ്പൽ TM ഷേനുക സ്വാഗതവും ഹെഡ്മാസ്റ്റർ KV സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സുബയ്യക്കട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സുബയ്യക്കട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൈവളികെ DYFI നേതാവും മുൻ പൈവളികെ പഞ്ചായത്ത് അംഗവുമായിരുന്ന BA മുഹമ്മദിന്റെ നാമധേയത്തിൽ സുബയ്യക്കട്ടയിൽ മുള്ളാളം അബ്ദുൾ റഹ്മാന്റെ കുടുംബം വിട്ടു നൽകിയ സ്ഥലത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് പ്രിയപ്പെട്ട സഖാവ് മുഹമ്മദിന്റെ സ്മരണയെ മുൻനിർത്തിയാണ് നമ്മുടെ ഈ മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. BA മുഹമ്മദ് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു വിപ്ലവകാരിയാണ്. യുവജന സംഘടനാ പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലതയോടെ ഒരു യുവതയെ നയിക്കുകയും CPIM-ന്റെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആ പ്രശ്നം പരിഹാരത്തിന് വേണ്ടി എന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നിൽ നിന്ന നേതാവാണ്. ആ സഖാവിന്റെ സ്മരണാനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ BA ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. VB രമേശൻ, KR ജയനന്ദ, അബ്ദുൾ റസാഖ് ചിപ്പാർ, ബേബി ഷെട്ടി, ഹാരിസ് പൈവളിക്കെ, വിനയ് കുമാർ, ചന്ദ്ര നായക്, വിറ്റിൽ റായ്, അബ്ബാസ് മുന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. അശോക ബന്ധരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമ്പള. ബേക്കൽ ഉപജില്ലാ ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായി 2ാം വർഷവും ഓവറോൾ റണ്ണറപ്പായി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിജയികളായ കുട്ടികളെ സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ബേക്കൽ ഉപജില്ലാ ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായ 2ാം വർഷവും ഓവറോൾ റണ്ണറപ്പായി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവ് തെളിയിച്ചു. വിജയികളായ കുട്ടികളെ സ്കൂൾ PTA, SMC, MPTA-യുടെ നേതൃത്വത്തിൽ സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു.
മത്സരത്തിന് അർഹത നേടിയ അനുഗ്രഹ പാലങ്കി, ദേവാനന്ദ് എം, ശിവതീർത്ഥ, ബോക്സിംഗ് മത്സരത്തിൽ സംസ്ഥാനത്തേക്ക് അർഹത നേടിയ മാളവിക, കരീഷ്മ എന്നിവർക്കും ചെസ് മത്സരത്തിൽ സംസ്ഥാനത്തേക്ക് അർഹത നേടിയ ഹരിചന്ദ് എ, സബ് ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ ഫുട്ബോൾ സീനിയർ ബോയ്സ് ടീം സബ് ജൂനിയർ ടീമിനും സബ് ജില്ലാ സ്പോർട്സ് ഓവറോൾ 2ാം സ്ഥാനം നേടിയ സ്കൂൾ ടീമിനും വ്യക്തിഗത ചാമ്പ്യന്മാരായ വൈഷ്ണവി സി, ശ്രീരാജ് സി എന്നിവർക്കും സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ കെ വി, SMC ചെയർമാൻ AV പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ദീപ വിനോദൻ, HM ശ്രീരേഖ, ദിവ്യ പി, PV ജനാർദ്ദനൻ, രാജീവി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ തവണയും ഇപ്രാവശ്യവും സ്കൂൾ തലത്തിലുള്ള ഒളിമ്പിക്സിൽ റണ്ണേഴ്സ് ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബേക്കൽ സബ് ജില്ലയിൽ തുടർച്ചയായി ഇത് 2ാം തവണയാണ് റണ്ണേഴ്സായി മാറാൻ സാധിച്ചിട്ടുള്ളത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളേക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും ഉള്ള വലിയ പരിശ്രമം സ്കൂളിൽ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടീച്ചർ, കായിക ഇതിൻ്റെ ടീച്ചർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ആത്മാർത്ഥത കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യവും 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചത്. ഈ ഘട്ടത്തിൽ നമ്മുടെ ഓവറോൾ റണ്ണർ ചാമ്പ്യന്മാരെ ആയി അവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. സ്പോർട്സ് അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐ അജാനൂർ മേഖലാ സമ്മേളനം തെരു യൂണിറ്റിൽ വെച്ച് നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അജാനൂർ മേഖലാ സമ്മേളനം തെരു യൂണിറ്റിൽ വെച്ച് നടന്നു. മേഖലാ അധ്യക്ഷൻ KV ജിതിൻ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കമായി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം വൈദേഹി വിനോദിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾ സ്വാഗതഗാനം ആലപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മതേതരത്വ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ജീവകാരുണ്യ മേഖലകളിൽ 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള യുവതീവാക്കളുടെ ഉന്നമനവും ക്ഷേമവും ഐക്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മതേതരത്വ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു യുവജന സംഘടന ശരിയുടെ പാത കാട്ടി പ്രവർത്തിക്കേണ്ടതെന്നുള്ള ദൃഷ്ടാന്തമാണ് 4 അക്ഷരത്തിൽ കൂട്ടി ചേർത്ത് വായിക്കാൻ പറ്റുന്ന പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. 1947 വരെ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ കീഴിൽ ഒരു ജനതയാകെ തളച്ചിട്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും പൗരാവകാശങ്ങളുമെല്ലാം ഹനിച്ചുകൊണ്ട് കിരാതമായ അടിമ വ്യവസ്ഥയിലും ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായി ഏഷ്യയിലെ തന്നെ ഏറ്റവും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഭാഗമാവേണ്ട ഒരു രാജ്യത്തെ സാമ്രാജ്യത്വ അധിനിവേശ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജീവനും സ്വത്തിനും പൗരാവകാശങ്ങളും ധ്വംസിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തെ സംഘാടക സമിതി ചെയർമാൻ P രാജൻ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി K രാഹുൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഹരിത നാലപ്പാടം, ബ്ലോക്ക് കമ്മിറ്റി അംഗം KV നിശാന്ത്, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദീപുരാജ് ഒറവങ്കര, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം നിതിൻ കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ രാജീവൻ കന്നിക്കുളങ്ങര നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മേഖലാ സെക്രട്ടറിയായി K രാഹുലിനെയും പ്രസിഡന്റായി KV ജിത്തിനെയും ട്രഷററായി രേഷ്മ കാട്ടുകുളങ്ങരയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ദിനേശ് BD സഹകരണ സംഘം പ്രസിഡന്റും പടന്നക്കാട് ദിനേശ് BD ബ്രാഞ്ചിലെ മേസ്തിരിയുമായ T കമലത്തിന് യാത്രയയപ്പ് നൽകി. തൊഴിലാളികളും സാമൂഹ്യ പ്രവർത്തകരുമാണ് യാത്രയയപ്പ് നൽകിയത്. ഹോസ്ദുർഗ് ദിനേശ് BD സഹകരണ സംഘം പ്രസിഡന്റും പടന്നക്കാട് ദിനേശ് BD ബ്രാഞ്ചിലെ മേസ്ത്രിയുമായ T കമലത്തിന് തൊഴിലാളികളും സഹപ്രവർത്തകരും യാത്രയയപ്പ് നൽകി. BD ലേബർ യൂണിയൻ സെക്രട്ടറി DV അമ്പാടി ഉപഹാരം നൽകി സംസാരിച്ചു. ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ യാത്രയപ്പിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഇവിടെ മറ്റു കുറേ നേതാക്കളുണ്ട്, അവരെല്ലാം സംസാരിക്കും. അപ്പോൾ കമല 32 വർഷം നമ്മളെ ഈ ബ്രാഞ്ചിൽ ജോലി ചെയ്ത് ഇപ്പോൾ പിരിയുമ്പോൾ നല്ല കമലേനെ സംബന്ധിച്ച് മറ്റു തൊഴിലാളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് ഈ സ്ഥാപനം
കൊടുക്കും എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് അവരുടെ ആനുകൂല്യമായി ബന്ധപ്പെട്ട് ക്ഷേമനിധി ബോർഡൊന്നും നമ്മുടെ പി എഫ് നിന്നും നല്ല പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വർഷം കുറച്ച് കുറഞ്ഞു പോയി, 8 വർഷം കുറവിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നല്ല സംഖ്യ പി എഫ് പെൻഷനായിട്ട് ലഭിക്കും. എം ആനന്ദൻ, പി ജയപാലൻ, ശബരീശൻ, ബാലൻ, ദാമോദരൻ, രാമൻ, വിനീത് ഫോർമാൻ, കുമാരൻ, കെ പി നാരായണൻ, കെ പി ഹരീന്ദ്രൻ, മോഹനൻ, രവി, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എം കാർത്യായനി അധ്യക്ഷത വഹിച്ചു. ഒ വി രോഹിണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KCB മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എന്ന ആരോപണം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. KCB മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ സ്ഥാപന വിരുദ്ധ നിലപാടുകളെ ആരോപിച്ചാണ് ജീവനക്കാരും ഓഫീസർമാരും കരാർ തൊഴിലാളികളും പെൻഷൻകാരും ഉൾപ്പെടുന്ന നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും അവർക്ക് ചെയ്യുന്ന പണിക്ക് അനുസരിച്ച വേതനം അവർക്ക് കിട്ടണം ആഗ്രഹിക്കുന്നത് തെറ്റാവില്ല. അവർ സാഹസികമായ ജോലിയാണ് ചെയ്യുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിട്ടുകൊണ്ടുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. അവരോട് മാനേജ്മെന്റ് അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ധിക്കാരപരമായ സമീപനം അത് ഒരു തൊഴിലാളി സംഘടനകൾ എന്ന നിലയിൽ ഒരു സംഘടനയ്ക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. എത്ര ധിക്കാരിയായ ഭരണാധികാരിയായാലും തൊഴിലാളികളുടെ യോജിച്ച പോരാട്ടത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നോക്കണം എന്നതാണ് സൂചിപ്പിക്കുക. ഇവിടെ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്കെല്ലാം അറിയുന്ന പോലെ സ്വകാര്യവൽക്കരണ നടപടികളുമായി രാജ്യമെമ്പാടും ഈ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് അതിനെ ഒറ്റക്കെട്ടായി നിങ്ങൾ ചേർത്ത് വെപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുള്ളത്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുള്ളത്. ഒ വി രമേശ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ, KP രാമചന്ദ്രൻ, K പ്രഭാകരൻ, പാമു ഷെമീർ, M അനുരാജ്, K കൃഷ്ണൻ, V ജയരാജൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രകടനവും ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പൊതുയോഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ CA ജോസുകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയകോട്ട ഫോർട്ട് വിഹാറിൽ സെമിനാർ സംഘടിപ്പിച്ചു. അന്തർദേശീയ രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് തലവനായ ഡോക്ടർ CA ജോസുകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിഷയം അവതരിപ്പിച്ചു. ഒരു സമൂഹത്തിൽ എല്ലാവരും സമന്മാരല്ലാന്ന് പറഞ്ഞിരുന്ന സമൂഹം പണ്ടുണ്ടായിരുന്നു. പിന്നീടാണ് എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ സമന്മാരാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ സമൂഹം എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഭരണഘടന പറയുന്നു യു ആർ ഓൾ ഈക്വൽ. പക്ഷെ നമ്മൾ പറയുന്നു നമ്മൾ ഈക്വൽ അല്ല. സമൂഹത്തിന്റെ വിവിധ ക്രമീകരണങ്ങളിലും വിവിധ വ്യാപാരങ്ങളിലും ഇപ്പോഴും എല്ലാവരും സമന്മാരായിട്ടല്ല പരസ്പരം കാണുന്നത്. പല രീതിയിലുള്ള ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി സമത്വം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പ്രവൃത്തിയിൽ ചിലപ്പോഴെങ്കിലും വരാറില്ല, ചിലപ്പോഴും മനസ്സിലും കാണാറില്ല. ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പുരോഗമനപരമായ ആശയങ്ങൾ നടക്കുന്നത്, ആശയങ്ങളുടെ വ്യാപാരവും ഒക്കെ നടക്കുന്നത്. പക്ഷെ ഏറ്റവും പുരോഗമനപരമായി സംസാരിക്കുന്നയാൾ അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ ഭരണഘടന ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ മൂല്യങ്ങൾ എവിടെയാണ് ലംഘിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും അത് ഒരു പൊതു ഇടത്തേക്കാൾ ഉപരിയായി, ഒരു വർക്ക് പ്ലേസിനേക്കാൾ ഉപരിയായി നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ പറയുന്ന സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഒക്കെ വളരെ സംഘടിതമായി നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ദേശീയ നിർമ്മാണത്തെക്കുറിച്ചും കൊയിലാണ്ടി SARBTM ഗവൺമെന്റ് കോളേജിലെ രാഷ്ട്രതന്ത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ അനീഷ് VR അവതരണം നടത്തി.
സമകാലീന ഇന്ത്യൻ രാഷ്ട്ര രൂപവൽക്കരണത്തിന്റെ നാൾവഴികൾ ചർച്ച ചെയ്യപ്പെട്ടു. പ്രസിഡന്റ് എൻ സദാശിവൻ അധ്യക്ഷത വഹിച്ചു. AK വിനോദ് കുമാർ, അബ്ദുൾ ലത്തീഫ്, സന്ദീപ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി രാകേഷ് സ്വാഗതവും TK വസന്തകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദയാ തണ്ണോട്ട് പ്രവാസി കൂട്ടായ്മ അനുമോദിക്കൽ ചടങ്ങ് നടത്തി. വാർഡ് മെമ്പർ പി മിനി ഉദ്ഘാടനം ചെയ്തു. ദയാ തണ്ണോട്ട് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ പി മിനി ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ അഭിമാനത്തോടും അതിലുപരി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം ദയാ തണ്ണോട്ട് എന്ന ചാരിറ്റി കൂട്ടായ്മ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ദയാ തണ്ണോട്ടിൻ്റെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. കുഞ്ഞിരാട്ടം പറഞ്ഞതുപോലെ ദയാ പ്രവാസികളുടെ കൂട്ടായ്മ 2016 തുടക്കം കുറിച്ചത്. എല്ലാ വർഷവും ഇതുപോലെയുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒട്ടേറെ ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ ദയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. KVK റാം അധ്യക്ഷത വഹിച്ചു. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ VK പ്രിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. K ബാലകൃഷ്ണൻ, EV വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും തൃക്കരിപ്പൂരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ SI ആയ തണ്ണോട്ട് നിവാസി KV സൂരജിനെ ആദരിക്കുകയും ചെയ്തു. ഓണത്തിന് ദയാ ഓൺലൈനായി നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. V മനോജ് സ്വാഗതവും KV സുമേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അടിയന്തര ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. പാചകവാതക സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു. ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അടിയന്തര ജീവൻ രക്ഷാ പരിശീലനവും പാചകവാതക സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു. ഇതിലിവിടെ തീയില്ല. ഇതൊക്കെ ഇങ്ങനെ റൂമിലേക്കുള്ള റെസ്റ്റിൽ നിങ്ങൾക്ക് വരുന്നോണ്ട് പോയിട്ട് ഇത് അടയ്ക്കാം. കൊള്ളില്ല, തീയില്ല. പെട്ടെന്ന് വരുന്നോണ്ട് പോയിട്ട് ആ ഫോണിൽ അടയ്ക്കാം. നിങ്ങൾ നോർമൽ റൂമിലേക്ക് ഇങ്ങനെയല്ല ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓഫ് ചെയ്താൽ മതി. ഇതിൽ തീ ഇങ്ങോട്ട് വരില്ല. ഇത് സിലിണ്ടർ ഇങ്ങനെ റെഗുലേറ്റർ ഗ്യാസ് ട്യൂബ് കടന്ന് കത്തുന്നുണ്ടെങ്കിൽ ഇത് ഓടിക്കടന്നിട്ട് ഇത് ഉരുകിയിട്ട് വേണം ഈ എൻ്റെ ഉരുകി എൻ്റെ റെഗുലേറ്റർ ഉരുകി പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ചൈതന്യ ഓഡിറ്റോറിയ പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അജാനു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന ഉദ്ഘാടനം ചെയ്തു. ഫ്രിഡ്ജ് തുറന്നിട്ട് എന്താ സാധനം എടുക്കാൻ വേണ്ടി പോയെങ്കിൽ എന്തിപ്പോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു മറവി. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവർക്കും ഒരു മറവിൻ്റെ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഗ്യാസോട് കഴിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ചില ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കല് പിന്നെ അത് എങ്ങനെ അത് കെടുത്താമെന്നില്ല അതിൻ്റെ കാര്യത്തിലേക്കല്ല. നമ്മൾ പിന്നെ ചിലർ തീപിടുത്തത്തിന് ഇറങ്ങി ഓടും. ചില ഇതിൻ്റെ അടുത്ത് നമ്മളെ ഈ അമ്പലത്തിൻ്റെ ഒരു അടുക്കള പരിപാടി ഉണ്ടാകുന്ന സമയത്ത് മതസമിതിൻ്റെ ഒരു സ്റ്റൗ കത്തിക്കും. ചില വലിയ അടുപ്പാണ്, അത് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് നാളി കത്തുന്ന സമയത്ത് ഇട്ടതിലൊരു ആളാണ് ഷീബ. കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി K വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. അജാനു പഞ്ചായത്ത് മെമ്പർ KV ലക്ഷ്മി, ഗ്രന്ഥാലയം ജോയിന്റ് സെക്രട്ടറി V നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നടന്നു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടോദ്ഘാടനവും വാർഷിക മഹാസഭയും നടന്നു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും
ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണ് ഒരു സംഘടനയ്ക്ക് ആസ്ഥാന മന്ദിരം എന്നത്. 100ഓളം അടങ്ങുന്ന ഇത്രയും ചെറിയൊരു സംഘടന ഇത്രയും മനോഹരമായ ഒരു ആഫീസ് തുടങ്ങുകയും നമ്മുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ പോക്കിൽ നല്ലൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ആചാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അനുഷ്ഠാനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇതൊരു ഇടമായി മാറട്ടെ എന്നും ഈ ചടങ്ങിനും ഇതിനോടൊപ്പം ഇവരെ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും തൊണ്ടച്ചന്മാരുടെയും വിഷ്ണുമൂർത്തിയുടെയും മറ്റു പരിവാര ദൈവങ്ങളെയൊക്കെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ആഫീസിന്റെ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ചേരുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികനും സംഘം രക്ഷാധികാരിയുമായ കുമാരൻ വെളിച്ചപ്പാടൻ ഭദ്രദീപം തെളിയിച്ചു. നാരായണൻ ചൂരിക്കോട്, ഗണേശൻ അരമാങ്ങാനം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സംഘം സെക്രട്ടറി നാരായണൻ വെളിച്ചപ്പാടൻ അധ്യക്ഷത വഹിച്ചു. AV ഹരിഹരസുധൻ, കൃഷ്ണൻ വെളിച്ചപ്പാടൻ, രവി വെളിച്ചപ്പാടൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നാരായണൻ വെളിച്ചപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രശേഖരൻ മാസ്റ്റർ കൊപ്പൽ ധാർമ്മിക പ്രഭാഷണം നടത്തി. വസന്തൻ ചേമ്പോട്, വിശ്വൻ എന്നിവർ സംസാരിച്ചു. വാസു വെളിച്ചപ്പാടൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രോമ കെയർ വളണ്ടിയർ പരിശീലനം നടന്നു. ട്രോമ കെയർ കാസർഗോഡ് EMS സ്മാരക ഗ്രന്ഥാലയം വേലാശ്വരവുമായി സഹകരിച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ട്രോമ കെയർ സൊസൈറ്റി കാസർഗോഡ്, വേലാശ്വരം EMS സ്മാരക ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വേലാശ്വരം വിശ്വഭാരതി ക്ലബിൽ വെച്ച് വോളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു. അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം, ശാസ്ത്രീയ പരിചരണം, അവയവദാനം, രക്തദാനം എന്നീ ലക്ഷ്യങ്ങളോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പൊതുജന പങ്കാളിത്തത്തോടെ രൂപം നൽകിയ സംരംഭമാണ് ട്രോമ കെയർ സൊസൈറ്റി. നേതൃത്വ പരിശീലനം, പ്രഥമ ശുശ്രൂഷ, റോഡ് സേഫ്റ്റി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു സാമാന്യ രീതിയിൽ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാലം ഘട്ടകാലം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് സംശയിക്കുന്നത്. ഒന്നുമല്ല, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കാഞ്ഞങ്ങാടും നെല്ലീശ്വരും ചന്ദനയും പോലീസ് സ്റ്റേഷനുകളിലായിട്ട് 6ഓളം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണത്തിനെതിരെ എടുക്കുന്ന കേസുകളാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതികളൊക്കെ ഈ വിക്ടിമിന്റെ കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ അധ്യക്ഷത വഹിച്ചു. ട്രാക്ക് സെക്രട്ടറി V വേണുഗോപാലൻ, വടകര RTO P രാജേഷ്, AK വേണുഗോപാലൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. A ഗംഗാധരൻ, MK രവീന്ദ്രൻ മാസ്റ്റർ, P കൃഷ്ണൻ, TP ജ്യോതിഷ്, KV കുമാരൻ എന്നിവർ സംസാരിച്ചു. T ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതവും V ഷനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൊഗ്രാലിൽ നടന്ന മെക്സ് 7 പ്രഭാത വ്യായാമ കൂട്ടായ്മ സംഗമം ശ്രദ്ധേയമായി. വ്യായാമ കൂട്ടായ്മയുടെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. വ്യായാമത്തിന്റെ കുറവ് മൂലം ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത് സംസ്ഥാനത്ത് ചെറുതും വലുതുമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നും ഇതുവഴി ആതുര സേവന രംഗം വലിയ വ്യവസായ മേഖലയായി മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും മെക്സ് 7 വ്യായാമ കൂട്ടായ്മയുടെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ അഭിപ്രായപ്പെട്ടു. മൊഗ്രാലിൽ കാസർഗോഡ് മേഖലാ സംഗമം 2വിന്റെ 1ാം വാർഷികാഘോഷ മെഗാ സംഗമത്തിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാലത്ത് ബസ്സുകളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ തെരുവോരങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെയും ജ്വല്ലറികളുടെയും സിനിമാ പരസ്യങ്ങളുടെയും ബോർഡുകളാണ് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് മൊത്തം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ബോർഡാണ് കാണുന്നതെന്നും ഇത് മനുഷ്യരിലുള്ള രോഗവ്യാപ്തി വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവാണെന്നും അഷ്റഫ് MLA അഭിപ്രായപ്പെട്ടു. മൊഗ്രാൽ, കുമ്പള, പള്ളിക്കര, പട്ല യൂണിറ്റുകളിൽ നിന്നായി 350ഓളം അംഗങ്ങൾ മെഗാ സംഗമത്തിൽ പങ്കെടുത്തു. രാവിലെ 6:30 ഫൗണ്ടർ ഡോക്ടർ സലാഹുദ്ദീൻ പതാക ഉയർത്തി. തുടർന്ന് പ്രഭാത വ്യായാമത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. മെക്സ് 7 ഏരിയ കോർഡിനേറ്റർ TK ജാഫർ ആരോഗ്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യ സമൂഹത്തിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ
ആരോഗ്യം ലക്ഷ്യം വെച്ച് രൂപം നൽകിയ മെക്സവൻ അംഗമായ ഞാൻ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പോരാടുമെന്നും ജാതി മത വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യവും മൂല്യങ്ങളും നിയമവ്യവസ്ഥകളും അംഗീകരിച്ച് അച്ചടക്കമുള്ള പൗരനായി നിലകൊള്ളുമെന്നും എന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന് മെക്സവൻ അംഗമെന്ന നിലയിൽ പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. സംഘാടക സമിതി ചെയർമാൻ സത്താർ ആരിക്കാടി അധ്യക്ഷത വഹിച്ചു. മെക്സവൻ മൊഗ്രാൽ കോർഡിനേറ്റർ എം മാഹിൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിക്ക് സംഘാടക സമിതി സബ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ഖാദർ മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു. മെക്സവൻ നോർത്ത് സോൺ കോർഡിനേറ്റർ ഡോക്ടർ ഇസ്മായിൽ മുജദ്ദീദി, പ്രസീന സുരേഷ്, മെക്സവൻ ചീഫ് കോർഡിനേറ്റർ മുസ്തഫ പെരുവള്ളൂർ, നാസർ മൊഗ്രാൽ, ടി എ ഷാഫി, മെക്സവൻ പ്രതിനിധികളായ അബ്ദുസലാം വി, എൻ എ മുനീർ തൃക്കരിപ്പൂർ, സംഘാടക സമിതി ട്രഷറർ എം എ അബൂബക്കർ സിദ്ദിഖ്, അബ്ദുള്ള കുഞ്ഞി ഖന്ന, കൃഷ്ണ കുമ്പള, എ എം സിദ്ദിഖ് റഹ്മാൻ, ബി എൻ മുഹമ്മദ് അലി, സിദ്ദിഖ് അലി മൊഗ്രാൽ, ടി എം ഷുഹൈബ്, പി എ ആസിഫ്, എം പി അബ്ദുൾ ഖാദർ, സെഡ് ഡി മൊഗ്രാൽ, സുൽഫിക്കർ അലി പള്ളിക്കര, സുൽത്താൻ മുഹമ്മദ് പഡ്ല, മുഹമ്മദ് അബ്കോ, അറബി കുമ്പള, മുഹമ്മദ് കുഞ്ഞി തോട്ടി, ടി എ ജലാൽ, മുഹമ്മദ് കുഞ്ഞി ടൈൽസ്, എം ജി എ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ റിയാസ് കരീം സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി കെ അൻവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പുണർദം ഉത്സവം ഡിസംബർ 6-7 തീയതികളിൽ നടക്കും. ടി നാരായണൻ നായർ വിഷ്ണുമംഗലം ആദ്യ തുക നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പുണർദം ഉത്സവം 2025 ഡിസംബർ 6-7 തീയതികളിലാണ് നടക്കുന്നത്. പുണർദം ഉത്സവത്തിന് ആദ്യ ധനശേഖരണം ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് നടന്നത്. ടി നാരായണൻ നായർ വിഷ്ണുമംഗലം ആദ്യ തുക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ പുണർദോത്സവം ഡിസംബർ 6-7 ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ്. അതിനുവേണ്ടി പണ്ട് ഉദ്ഘാടനമാണ് ഇന്ന് കഴിഞ്ഞത്. അതിന് വേണ്ടുന്ന പിന്നെ അതോടനുബന്ധിച്ചുള്ള നമ്മൾക്ക് പരിപാടികളും ഒരുപാട് ഉണ്ട്. നൃത്യങ്ങൾ നൃത്യങ്ങളുണ്ട്, പിന്നെ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഭക്തജനങ്ങളായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഇതിന് ഭഗവാന്റെ അനുഗ്രഹവും മേടിച്ചിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി കെ ഉപേന്ദ്രൻ വിഷ്ണുമംഗലം അധ്യക്ഷത വഹിച്ചു. കവി ദിവാകരൻ വിഷ്ണുമംഗലം, ട്രസ്റ്റി ബോർഡ് മെമ്പർ ബി നാരായണൻ വിഷ്ണുമംഗലം, പി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് വിഷ്ണുമംഗലം സ്വാഗതവും ജോയിന്റ് കൺവീനർ ടി പത്മനാഭൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ഇഗ്രോത്സവം ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹസ്രത്ത് ഉസ്മാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്രഹ സിവിൽ സർവീസ് കോച്ചിംഗ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടി ഇഗ്രോത്സവം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഇഗ്രഹ ചെയർമാൻ റിട്ടയേർഡ് എഇഒ ഷെരീഫ് കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. പള്ളങ്ങയോട് അബ്ദുൾ ഖാദർ മദനി മുഖ്യപ്രഭാഷണം നടത്തി. സഹാബാക്കിറാമിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചറിയാൻ ഞാൻ നീട്ടി പറയുന്നില്ല. വിശുദ്ധ മക്കയിലും മദീനയിലും മറവട്ട് കിടക്കുന്നത് 10,000-ൽ താഴെയുള്ള സഹാബാക്കിറാം മാത്രമാണ്. എന്നാൽ ആ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന് ഒരുമിച്ച് കൂടിയത് 1,00,000-ലധികം സഹാബാക്കിറാമായിരുന്നു. മക്കയിലും മദീനയിലും അന്തി ഉറങ്ങുന്നത് 10,000-ൽ താഴെയുള്ള സഹാബത്ത് മാത്രമാണ്. മറ്റുള്ളവരെവിടെ പോയി? അബ്ദുൾ കരീം സിറ്റി ഗോൾഡ് സമ്മാന വിതരണം നടത്തി. വിൻടച്ച് ഹോസ്പിറ്റൽ MD ഡോക്ടർ ഡാനിഷ് മുഹമ്മദ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. റിട്ടയേർഡ് ഡിവൈഎസ്പി CA അബ്ദുൾ റഹീം, അബ്ദുൾ ജലീൽ കോയ, അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ, മുഹമ്മദ് അലി മുണ്ടാക്കുളം, TA ഷാഫി,
മാലിക് ദിനാർ ഹോസ്പിറ്റൽ MD അൻവർ സാദത്ത്, ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം KT മുഹമ്മദ്, പ്രസിഡന്റ് ജാഫർ സിദ്ദിഖ്, പ്രസിഡന്റ് ജാഫർ സാദിഖ്, ജനറൽ സെക്രട്ടറി ഷാനവാസ്, ട്രഷറർ മാഹിൻ എന്നിവർ സംസാരിച്ചു. ഇഗ്രഹ കൺവീനർ മാറൂഫ് TM സ്വാഗതവും BM ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, പ്രതി പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൾ മനാഫാണ് ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായത്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാസർഗോഡ് 2 വീടുകളിൽ വൻ നാശനഷ്ടം. ഗുഡ്ലു ശിവനഗർ റോഡിലെ വീട്ടിലും ഭഗവതി നഗറിലെ താണത്തിന് സമീപത്തെ വീട്ടിലുമാണ് ഇടിമിന്നൽ പതിച്ചത്. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി പരിശീലനം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. അതിയമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലാണ് പരിപാടി നടന്നത്. ബേക്കൽ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് GHSS പള്ളിക്കരയിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സുബയ്യക്കട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA നിർവഹിച്ചു. ബേക്കൽ ഉപജില്ലാ ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായി 2ാം വർഷവും ഓവറോൾ റണ്ണറപ്പായി രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിജയികളായ കുട്ടികളെ സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.